മമ്മൂട്ടി ആവശ്യപ്പെട്ട പ്രകാരം മോഹൻലാലിന്റെ രംഗം വെട്ടിക്കുറയ്ക്കേണ്ടി വന്നതിനെപ്പറ്റി സംവിധായകൻ സാജൻ. മമ്മൂട്ടി നായകനായി എത്തിയ ഗീതം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലായിരുന്നു സംഭവം. ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിലായിരുന്നു. സബാരി ടിവിയിലെ ചരിത്രം എന്നിലൂടെ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: കോട്ടയത്ത് പോയി മോഹൻലാലിനോട് കഥ പറഞ്ഞു. അദ്ദേഹത്തിന് കഥ ഇഷ്ടമായി. സ്വന്തം മകനെ തിരികെ കൊണ്ടുപോകാനായി വിദേശത്തു നിന്നും വരുന്ന അച്ഛനാണ് മോഹൻലാൽ. മമ്മൂട്ടിയുടെ അടുത്ത് വന്ന് മകനെ കൊണ്ടുപോകണം എന്ന് പറയുന്നതും മമ്മൂട്ടി ഏത് മകൻ എന്നൊക്കെ ചോദിക്കുന്ന നാടകീയമായ മുഹൂർത്തങ്ങളാണ്. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ ദേഷ്യം തണുപ്പിക്കാൻ ഒരു കുപ്പി വിദേശ മദ്യം കൊണ്ടുവന്നിട്ടുണ്ടാകും. അതെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് തണുപ്പിക്കാൻ നല്ലതാണെന്ന് മോഹൻലാൽ പറയും. എന്താണെന്ന് മമ്മൂട്ടി നോക്കുമ്പോൾ മദ്യം. ദേഷ്യം മൂത്തു നിൽക്കുന്ന മമ്മൂട്ടി അതെടുത്തെറിഞ്ഞ് പൊട്ടിക്കും. അപ്പോൾ മോഹൻലാൽ കൂളായി തിരിഞ്ഞു നോക്കി ഇറ്റ് ഈസ് ടു ബാഡ് എന്ന് പറയുന്നതാണ് രംഗം. മോഹൻലാൽ വരുന്നതിന് മുമ്പ് പ്രധാന ഷോട്ടുകളും ക്ലോസപ്പുമൊക്കെ മമ്മൂട്ടിയെ വെച്ചെടുക്കും. മമ്മൂട്ടി വരാത്തപ്പോൾ മോഹൻലാലിനെ വെച്ചു. പിന്നീട് ഇരുവരും ഒരുമിച്ചുള്ള രംഗങ്ങൾ എടുക്കുന്നത്. മോഹൻലാൽ കോട്ടയത്ത് നിന്നും മമ്മൂട്ടി എറണാകുളത്തു നിന്നുമാണ് വരുന്നത്. മോഹൻലാലിന്റെ ഡേറ്റുകൾ കുറവായതിനാൽ ഒരുമിച്ചുള്ള ഷോട്ടുകൾ വേഗത്തിലെടുത്ത് തീർക്കുകയായിരുന്നു. കുപ്പി കൊണ്ടുവന്നതും കുപ്പിയുടെ സജഷനിൽ നിന്നുമുള്ളതൊക്കെ ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്നു. മമ്മൂട്ടി ഇല്ലാത്തപ്പോഴാണ് ഈ രംഗങ്ങൾ എടുക്കുന്നത്. പിറ്റേന്ന് മമ്മൂട്ടി വരുമ്പോൾ മോഹൻലാൽ ഇപ്പുറത്തുണ്ടെന്ന രീതിയിലും എടുത്തു. മമ്മൂട്ടിയുടെ കുറെ ഭാഗം എടുത്തു. അടുത്ത ദിവസം മമ്മൂട്ടിയുടെ ഭാഗം എടുക്കുമ്പോൾ മേശപ്പുറത്ത് കുപ്പി വെച്ചിട്ടുണ്ട്. അന്ന് മോഹൻലാൽ ഇല്ല. ഇതെന്താണ് സംഭവമെന്ന് മമ്മൂട്ടി ചോദിച്ചു. ഞാൻ രംഗം പറഞ്ഞു കൊടുത്തു. അത് ശരി, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ട് ലാൽ തിരിഞ്ഞു നോക്കി ഇറ്റ് ഈസ് ടു ബാഡ് എന്ന് ലാൽ പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആലോചിക്കൂ. സാജൻ സംവിധായകനല്ലേ? അത് ബുദ്ധിമുട്ടാണ്. പറ്റില്ല, കുപ്പി അവിടെ വെക്കണ്ട, ഞാൻ എറിഞ്ഞ് പൊട്ടിക്കത്തുന്നില്ല, നമുക്ക് വേറെ രീതിയിൽ ചെയ്യാമെന്ന് മമ്മൂട്ടി പറഞ്ഞു. അങ്ങനെ ആ ഷൂട്ട് തീർത്തു. ഡബ്ബിംഗ് ആയപ്പോൾ ലാൽ ചോദിച്ചു, അണ്ണ ആ സീൻ ഇല്ലേ? ഞാൻ പരിങ്ങി. അത് വേണ്ടെന്ന് വെച്ചെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ മാറ്റിയല്ലേ? ശരി എന്ന് ലാൽ തന്റെ സിദ്ധാർത്ഥമായ ശൈലിയിൽ എല്ലാം മനസ്സിലായി എന്ന അർത്ഥത്തിൽ പറഞ്ഞു. ലാലിന് വിഷമമായെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ധർമ്മസങ്കടത്തിലായിരുന്നു. മമ്മൂട്ടിയെ വെറുപ്പിച്ചുകൊണ്ട് സിനിമ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. മമ്മൂട്ടിയാണ് പ്രധാന നടൻ. പോകാം നേരം ലാൽ, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. എന്റെ മനസ്സിനെ വിഷമിപ്പിച്ച ഒരു വാചകം പറഞ്ഞാണ് ലാൽ പോയത്. നമ്മൾ തമ്മിൽ ഇനിയൊരു കൂടിക്കാഴ്ച ഉണ്ടാകില്ല. ഒരു വലിയ നടനെ എനിക്ക് നഷ്ടമായി. ഞാൻ ആ സംഭവത്തിൽ നിഷ്കളങ്കനായിരുന്നു. നന്നായി തന്നെയാണ് ഞാൻ ആ രംഗം എടുത്തത്. പക്ഷേ എന്റെ ദയനീയ അവസ്ഥയായിരുന്നു അത്.